والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. പ്രിയപ്പെട്ട സഹോദരൻ, ISMന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ സുബർ പിടിയേക്കൽ, ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ആദരണീയനായ കാര്യദർശി അബ്ബാസ് ഖാൻ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒത്തുചേരൽ പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഹാജിമാരുടെ സംഘങ്ങളുടെ കൂടെയാണ് കഴിഞ്ഞ ദിവസം അഥവാ 12-ാം തീയതി ഞാനും സുബൈർ പീഡിയേക്കലും അടക്കമുള്ളവർ മക്കയിൽ എത്തിച്ചേർന്നത്. ബഹുമാനപ്പെട്ട എം അക്ബർ സാഹിബ് അടക്കമുള്ള 4-5 ആളുകൾ കൂടി വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ സംഘത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന മുഴുവൻ ഹാജിമാർക്കും ഏറ്റവും നല്ല രൂപത്തിൽ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹജ്ജ് നിർവഹിക്കുക എന്ന സ്വപ്നം മനസ്സിന്റെ ഉള്ളിൽ ബാക്കി വെച്ച് ജീവിക്കുന്ന അനേകം ആളുകൾ ഭൂമിയിലുണ്ട്. അവർക്കെല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്നത് പോലെ ആ കർമ്മം നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ഒരു സവിശേഷതയായി നമുക്കെല്ലാവർക്കും തോന്നുന്ന ഒന്ന് ജീവിതത്തിലെ ചില അനിശ്ചിതത്വങ്ങളാണ്. എത്രയൊക്കെ മനുഷ്യൻ പുരോഗതി നേടിയിട്ടുണ്ട്, എത്ര ആയിരം വർഷങ്ങളായി മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അന്നു മുതൽ മനുഷ്യ ജീവിതത്തിന്റെ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഗവേഷണ നിരീക്ഷണ പഠനങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നുണ്ടല്ലോ. പക്ഷെ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ നാളെയെക്കുറിച്ച്, അവന്റെ ജീവിതത്തിലെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് അറിയാൻ എന്ത് മാർഗമാണ്, എന്ത് വഴിയാണ് മനുഷ്യന്റെ മുമ്പിലുള്ളത്? എത്രമേൽ പുരോഗതി നേടി വരുമ്പോഴും മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വേണമെങ്കിൽ 2 മാസം എന്ന് പറയാം, ഈ 2 മാസങ്ങളിലായി, എപ്പോഴും അങ്ങനെ തന്നെയാണ്, പക്ഷെ ഈ കഴിഞ്ഞ 2 മാസങ്ങളിലായി ഏറെ ശ്രദ്ധിച്ച ഒരു കാര്യം, ഒരു 15, 16, 18, 19, 20 വയസ്സുള്ള ചെറുപ്പക്കാരുടെ മരണങ്ങൾ, അല്ലേ? വാഹനാപകടങ്ങൾ, വെള്ളത്തിൽ വീണ്, അതേപോലെ തന്നെ ഇടിമിന്നലേറ്റ്, അങ്ങനെ ഈ വളരെ ചെറിയ പ്രായത്തിലുള്ള ഈ ചെറുപ്പക്കാരുടെ മരണങ്ങളുടെ വാർത്തകൾ, ഈ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കതൊരു വാർത്തയാണെങ്കിലും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. 18, 19, 20 കൊല്ലമൊക്കെ പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ മുമ്പിലേക്ക് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വെറുങ്ങലിച്ച, മുഖം പോലും കാണിക്കാൻ പറ്റാത്ത മക്കളുടെ മയ്യത്തുമായിട്ട് ജനക്കൂട്ടം കയറി ചെല്ലുമ്പോ ഒരു ഉമ്മ, ബാപ്പ അവിടെ നിൽക്കട്ടെ, ഒരു ഉമ്മ അതെങ്ങനെയാണ് താങ്ങുക? എനിക്കെന്റെ മകന്റെ മുഖമൊന്ന് കാണണമെന്ന് വീടിന്റെ ഉള്ളിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഉമ്മയുടെ കരച്ചിൽ ഉയർന്നു കേട്ടപ്പോ മയ്യത്ത്
പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകൾ പറഞ്ഞു, നേരല്ല, പെട്ടെന്ന് കൊണ്ടുപോകണം, വേഗം പോവാ. അപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ആ ഉമ്മക്ക് ആ മുഖം ഒന്ന് കാണിച്ചു കൊടുത്തൂടെ? അപ്പോ അവര് പറഞ്ഞു, അതിന് കാണാനൊരു മുഖം ഇല്ല. വാഹനത്തിൽ നിന്നും തെറിച്ചു വീണ ആ കുട്ടിയുടെ തലയിലൂടെ പിന്നിൽ നിന്ന് വന്ന ലോറിയുടെ ചക്രം കയറിയിറങ്ങിയപ്പോ ആ 19കാരന്റെ മുഖം ആ റോഡിലേക്ക് അലിഞ്ഞു ചേർന്നു. മുഖം ഇല്ല. സ്വന്തം മകന്റെ ആ മുഖമൊന്ന് കാണാൻ വേണ്ടി കരയുന്ന ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് എന്ത് പറഞ്ഞ നമ്മൾ ആശ്വസിപ്പിക്കുക? സാരമില്ല എന്ന വാക്കിന് പോലും അർത്ഥമില്ലാതമായി തീരുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാറില്ല ജീവിതത്തിൽ. അപ്പൊ ഇത്തരം സംഭവങ്ങൾ എല്ലാ ദിവസവും നോക്കേണ്ടി. ഓരോ ദിവസത്തെ മാധ്യമങ്ങളും വാർത്തകളും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ എത്രയൊക്കെ പഠന ഗവേഷണങ്ങൾ നടത്തിയാലും സത്യത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറ്റി പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ഞാൻ ഈ സദസ്സിൽ പലവട്ടം മുമ്പ് പറഞ്ഞൊരു വാക്കാണ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്, നമ്മളൊക്കെ എത്രയാണെങ്കിലും അള്ളാന്റെ മുമ്പിൽ വെറും ഫക്കീറന്മാരാണ്, വെറും ഫക്കീറന്മാര്. നമ്മൾ എന്തൊക്കെയോ വിചാരിക്കുന്നു, എന്തൊക്കെയോ നടക്കുന്നു, ആരും പ്രതീക്ഷിക്കാത്ത കാര്യം. തമിഴ്നാട് ഇലക്ഷൻ നടന്നപ്പോ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവിടെ ഏറെ വിജയ പ്രതീക്ഷകളോടെ അവർ മത്സരിക്കുമ്പോ റിസൾട്ട് വന്നത് ആരും പ്രതീക്ഷിക്ക പോലും ചെയ്യാതെ കേവലം 2 കൊല്ലം മുമ്പ് എവിടെയോ മുലച്ചു പൊന്തി ശാഖകളില്ലാത്ത, മണ്ഡലങ്ങളില്ലാത്ത, ജില്ലാ കമ്മിറ്റികളില്ലാത്ത ഒരു ജനക്കൂട്ടം അല്ലേ? ഒക്കെ എല്ലായിടത്തും അനിശ്ചിതത്വങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഈ അനിശ്ചിതത്വത്തിന്റെ ലോകത്ത് ജീവിക്കുമ്പോ നമ്മളെല്ലാവരും ഓർത്തുവെക്കേണ്ട ചില സംഗതികളുണ്ട്. ഒരു മനുഷ്യൻ എന്ന വളരെ നിസ്സഹായനായ ഈ ജീവിയെ സംബന്ധിച്ച് അവന്റെ മനസ്സ് കൂടുതൽ പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുന്നു. അല്ലേ? കൂടുതൽ പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുന്നു, പ്രശ്നസങ്കീർണമായി കൊണ്ടിരിക്കുന്നു. വീടുകളിൽ നമ്മുടെ മനുഷ്യന്മാരെ ഇപ്പൊ പ്രയാസപ്പെടുത്തുന്ന പ്രശ്നങ്ങള് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധമോ അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധമൊന്നുമല്ല. ഞാൻ ഈ പ്രാവശ്യം ഹജ്ജിന് വേണ്ടി പുറപ്പെടാന്ന് എന്റെ മഹലിൽ സംസാരിച്ചപ്പോ പല ആളുകളും വന്നിട്ട് ഉസ്താദേ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞതില് സാധാരണയായിട്ട് പ്രാർത്ഥിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയാറ് രോഗങ്ങളാണ്. പലതരത്തിലുള്ള രോഗങ്ങൾ വേട്ടയാടുന്നുണ്ട്, ഉസ്താദ് പ്രാർത്ഥിക്കണം കേട്ടോ. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ ഈ പോരുന്ന യാത്ര പറഞ്ഞപ്പോ ഒരു 6 ആളുകൾ എന്നോട് മൊത്തം പറഞ്ഞ 6 ആളുകളുടെ കൂട്ടത്തിൽ ഒരു 20% 6 ആളുകളുടെ അവരുടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞ കാര്യന്താരങ്ങള് മക്കളുടെ കാര്യത്തിൽ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ മക്കളുടെ കാര്യത്തിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് അവർക്ക് ജോലി കിട്ടാനോ കല്യാണമാവാനോ ഒന്നുമല്ല. അവരുടെ പെരുമാറ്റങ്ങൾ വേദനിപ്പിക്കുന്നു, അവരുടെ പെരുമാറ്റങ്ങൾ വീടുകളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു, അവരുടെ പെരുമാറ്റങ്ങൾ സങ്കടമുണ്ടാക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരാളോട് പുറത്ത് തട്ടിയിട്ട് ഇങ്ങനെ ചോദിക്ക്, നിങ്ങളെ മക്കൾക്കും വേണ്ടി ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പൊ എന്നോട് പറഞ്ഞു, ഒന്നും വേണ്ട, ഓലെ ഉള്ളില് ഒരിത്തിരി സ്നേഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഓക്കെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഡോക്ടറാവാനും എഞ്ചിനീയർ ആവാനും കോടീശ്വരനാവാനും നല്ല കല്യാണം കിട്ടാനും മത്സര പരീക്ഷകൾ ജയിക്കാനും ഒക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്ന കാലത്ത് നിന്ന് മക്കളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരിത്തിരി സ്നേഹമുണ്ടാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യന്മാര് കണ്ട് കൂപ്പുകുത്താണ്. മേലേക്ക് പോവല്ല, എന്റെ മകനെ ചന്ദ്രനിലെത്തിക്കാനോ ചൊവ്വയിലെത്തിക്കാനോ വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ല പറഞ്ഞേ, എന്റെ മകന്റെ ഉള്ളിൽ ഒരിത്തിരി സ്നേഹമുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നിടത്തേക്ക് മനുഷ്യൻ ചുരുണ്ടുകൂടുകയാണ്. സൃഷ്ടാവ് വേണ്ട, മനുഷ്യൻ തന്നെ വളർന്നിട്ടുണ്ട്, അവൻ തന്നെ മതി, മനുഷ്യൻ അവന്റെ കണ്ടുപിടുത്തത്തിന്റെ വലിയ ലോകത്താണ്, അവൻ സ്വതന്ത്രനാണ് എന്നൊക്കെ ഈ ലോകത്ത് വലിയ വായിൽ വിളിച്ചു പറയുമ്പോഴും യഥാർത്ഥ മനുഷ്യൻ എന്താണ് എന്ന് അവനവന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം. നമ്മളാണ് മനുഷ്യൻ. മനുഷ്യൻ ഒരുപാട് വളർന്നിട്ടുണ്ട്, മനുഷ്യൻ ഒരുപാട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് എന്നൊക്കെ വേദികളിൽ സംസാരിക്കുമ്പോ ആരാണ് ഈ മനുഷ്യൻ? ഞാനും നിങ്ങളാണ് ഈ മനുഷ്യൻ.
ഈ എനിക്കും നിങ്ങൾക്കും ഉണ്ടായ വളർച്ച എത്രയുണ്ട് എന്നറിയാൻ നമ്മൾ ഗവേഷണം നടത്തേണ്ട, പ്രബന്ധങ്ങൾ പരതണ്ട, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി. മനുഷ്യൻ ഈ ലോകത്ത് എത്രമാത്രം വളർച്ച നേടിയിട്ടുണ്ട് എന്നറിയാൻ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി. നമുക്ക് എത്രത്തോളം വളരാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ബാപ്പാർക്ക് നമ്മളത്ര വിദ്യാഭ്യാസം ഇല്ലായിരുന്നു, നമ്മളത്ര പൈസ ഇല്ലായിരുന്നു, നമ്മളത്ര സ്വാധീനമല്ലായിരുന്നു. പക്ഷെ അവർ നമ്മളെക്കാൾ മേലെയായിരുന്നു ജീവിച്ചത്. നമ്മൾ അവരുടെ താഴെയാ. നമ്മുടെ മക്കളുടെ ജീവിതം നിങ്ങൾ നോക്കി, ആ ജീവിതം നമ്മളെക്കാളും താഴേക്കാ പോണത്. അവരുടെ സംസ്കാരങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും ഒക്കെ അത് വീണ്ടും താഴേക്ക് പോവാണ്. അപ്പോ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അമരസ്മരണകളുമായി ഒരു ദുൽഹജ്ജ് മാസവും ബലിപെരുന്നാളും ഹജ്ജും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈദ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ, ആവർത്തിച്ചു വരുന്നത്. ഓരോ വർഷത്തിലും ആവർത്തിച്ചു വരുന്ന ഒരാഘോഷത്തിന്റെ ചരിത്രമായി മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ മറക്കാതിരിക്കാൻ ലോകത്തെ ഓർമ്മപ്പെടുത്തുന്ന ദിനങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നുപോകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ലക്ഷക്കണക്കിനുണ്ട്. 1,00,000-ലേറെ പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഹജ്ജ് എന്ന ലോകത്തിലെ മനുഷ്യൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ആ ഇബാദത്ത് അല്ലാഹു തആല ലോകത്ത് നടപ്പിലാക്കുമ്പോ അതിന് തുടക്കം കുറിക്കാൻ, അത് വിളിച്ചു പറയാൻ അള്ളാഹു ഏൽപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. ഫഅദ്ദിൻ ബിന്നാസി ഫിൽ ഹജ്ജ്, ഇബ്രാഹിമേ, ജനങ്ങളോട് നീ ഹജ്ജിനെ കുറിച്ച് വിളിച്ചു പറ. അത് വിളിച്ചു പറയാൻ അള്ളാഹു ചുമതലപ്പെടുത്തിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. പിന്നെ ആ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഓരോ ചവിട്ടടികളിലും നമ്മളങ്ങനെ ഓർത്തുപോകും ആ മഹാനായ പ്രവാചകന്റെ ജീവിതത്തെ. ആ പ്രവാചകന്റെ നിഴലായി പിന്തുണച്ച അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ജീവിതത്തിനെ, നിശ്വാസങ്ങളെ, അവരുടെ കണ്ണുനീരിനെ നമ്മൾ ആ ചവിട്ടടികളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ചരിത്രത്തെ ഇങ്ങനെ ഒരു മനുഷ്യൻ ഖിയാമത്ത് നാൾ വരെ മറക്കാത്ത ഒരു ജീവിതമാക്കി എന്തുകൊണ്ടാ അല്ലാഹു തആല നിശ്ചയിച്ചത്? മറക്കൂലല്ലോ നമ്മള്. ഇബ്രാഹിം നബി നോക്കൂ, നമ്മുടെ ലോകത്തൊക്കെ ഇപ്പം ഈ ആളുകള് അവരുടെ സ്മരണ ലോകത്തിന് നഷ്ടപ്പെടാതിരിക്കാൻ അവരൊക്കെ ചില ഓർമ്മകൾ ഉണ്ടാക്കാറുണ്ട്. വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതിന് പേര് കൊടുക്കും, പാർക്കുകൾക്ക് വലിയ പ്രതിമകൾ ഉണ്ടാക്കി, വലിയ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടൊക്കെ അവർ അതിന് പേര് കൊടുക്കും. എന്തിനാ പേര് കൊടുക്കുന്നത്? അവരെ മറക്കാതിരിക്കാനാണ്, അല്ലേ? പക്ഷേ ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറയോട് ഈ ബസ് സ്റ്റാൻഡ് ഇന്ന ആളുടെ പേരിലാണ്, അയാൾ ആരാ നിങ്ങൾക്കറിയോ എന്ന് അടുത്ത ഒരു തലമുറയോട് നിങ്ങൾ ചോദിക്കും. ഇപ്പൊ മഹാനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട ഒരു വലിയ കെട്ടിട സമുച്ചയം ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറയിൽപ്പെട്ട ഒരാളോട് ഈ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്നായിരിക്കും. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്ത് ജീവിച്ച് മറക്കാനാവാത്ത ജീവിതത്തിന്റെ അടയാളപ്പെടുത്തലുകൾ നടത്തിയ പല ആളുകളെയും ഇന്നത്തെ തലമുറയോട് ചോദിച്ചാൽ കേവലം ഒരു PSC പരീക്ഷ എഴുതാൻ വേണ്ടി കാണാതെ പഠിച്ച പേരിനപ്പുറം അവർക്കൊന്നും അറിയില്ല. ആ പേര് തന്നെ അടുത്ത തലമുറ മറന്നുപോകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്ത് ജീവിച്ചതേ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹത്തിന്റെ പേരിൽ വിമാനത്താവളങ്ങളോ അദ്ദേഹത്തിന്റെ പേരിൽ പ്രതിമകളോ അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടിട സമുച്ചയങ്ങളോ ഈ ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മക്ക് പോലും ബാപ്പാന്റെ പേരറിയാം, വല്യാപ്പാന്റെ പേരറിയാം, ആ വല്യാപ്പാന്റെ വാപ്പാനെ കുറിച്ച് ആർക്കറിയാം? എന്നാലും നമുക്ക് ഇബ്രാഹിം നബിയെ കുറിച്ച് അറിയാം. അദ്ദേഹം ജനിച്ചത്, അദ്ദേഹം വളർന്നത്, അദ്ദേഹത്തിന്റെ വിവാഹം, അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളികൾ, അദ്ദേഹത്തിന്റെ മക്കൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സഞ്ചാരങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അഗ്നിപരീക്ഷണങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണാപ്പാടാ. നമ്മള് ഇബ്രാഹിം നബിയും നമ്മളും തമ്മിൽ എത്രായിരം കൊല്ലത്തിന്റെ മാറ്റമുണ്ട്. എന്നിട്ടും ഇബ്രാഹിം നബി ലോകത്ത് ജീവിച്ചിരിക്കുന്നു, അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം അല്ലാഹുമ്മ ബാരിക്
അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുവേ, ഇബ്രാഹിം നബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ രക്ഷ നൽകിയതുപോലെ, സമാധാനം നൽകിയതുപോലെ, ബർക്കത്ത് നൽകിയതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ കൊടുക്കണേ എന്ന് ലോകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ആ പ്രവാചകനും അദ്ദേഹത്തിന്റെ കുടുംബവും അനുസ്മരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്തായിരുന്നു ആ പ്രവാചകന്റെ സവിശേഷത? അദ്ദേഹം ഭരണാധികാരിയായിരുന്നു. ലോകത്തിലെ വലിയ സാമ്രാജ്യങ്ങളെ ചേർത്തുവെച്ചു ഭരിച്ച കഴിവുറ്റ ഭരണാധികാരിയായിരുന്നോ? അല്ലല്ലോ. 10,000-കണക്കിന് അനുയായികളുടെ മുമ്പില് ആദരിക്കപ്പെട്ട നേതാവായി ജീവിക്കാൻ കഴിഞ്ഞ ആളാണോ? അല്ലല്ലോ. വലിയ പണക്കാരനായിരുന്നോ? അല്ലല്ലോ. ആരായിരുന്നു ഇബ്രാഹിം നബി? നമ്മളൊക്കെ പഠിച്ചതുപോലെ ഒറ്റക്ക് ജീവിച്ച് ഒരു കുടുംബമായി അദ്ദേഹം ജീവിതാവസാനം വരെ പരീക്ഷണത്തിന്റെ നെറിപ്പോടിലൂടെ ജീവിച്ച ആ മഹാനായ പ്രവാചകൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിത വഴികളെ വെറുക്കാൻ സാധിക്കുകയില്ല. ആർക്കല്ലാതെ? സ്വയം വിഡ്ഢിയായവന്. എങ്ങനെ സ്വയം വിഡ്ഢിയാവുക പറഞ്ഞാല് ഇങ്ങനെ അങ്ങോട്ട് പോയാലാണ് മക്കത്തേക്ക് എത്തുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയാലാ മക്കത്തേക്ക് എത്തുക. ഒരാൾ വിചാരിക്കാണ് ഞാൻ ഇങ്ങോട്ട് പോയിങ്ങാണ്ട് മക്കത്തേക്ക് എത്തും എന്ന് തീരുമാനിച്ചാൽ ഓൻ വിഡ്ഢിയാണ്, അല്ലേ? സ്വയം വിഡ്ഢിയാവും. അതായത് കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടും അതിന് എതിര് ചെയ്ത് സ്വയം വിഡ്ഢിയാകുന്ന ഒരാൾ. ഇബ്രാഹിം നബിയുടെ ജീവിതം അതത്ര നല്ലതല്ല, അതത്ര ശരിയല്ല, അത് തീവ്രമായിരുന്നു എന്നൊക്കെ ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ശരിയെ മറച്ചു പിടിക്കുന്ന വിഡ്ഢിയാകുന്നു അവൻ. ഇപ്പൊ രാത്രിയല്ല, ഇപ്പൊ പകലാണ് എന്ന് പറയുന്ന ഒരുത്തൻ സ്വയം വിഡ്ഢിയായവനാണ്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇബ്രാഹിം നബിയുടെ ജീവിത മാർഗത്തെ, അതാണല്ലോ മില്ലത്ത്, അതിനെ വെറുക്കുന്ന ഒരാൾ സ്വയം വിഡ്ഢിയായവനാ. സ്വന്തത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരാൾക്കും അത് വെറുക്കാൻ കഴിയില്ല, സ്നേഹിക്കാനേ കഴിയൂ. കാരണം എന്താ? നിങ്ങള് ആ മാർഗത്തിൽ ജീവിച്ചത് കൊണ്ട്, ആ മില്ലത്തിൽ ജീവിച്ചത് കൊണ്ട് ഇബ്രാഹിം നബിക്ക് എന്താ കിട്ടിയത്? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനൽ ഖാസിരീൻ. ഈ ലോകത്ത് നാം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. പണത്തിന്റെ പ്രളയമില്ലാതെ, വലിയ പകിട്ടാർന്ന ഭരണ സംവിധാനങ്ങളില്ലാതെ ഒറ്റക്ക് ജീവിച്ച ആ മഹാനായ പ്രവാചകനെ ഖിയാമത്ത് നാൾ വരെ മനുഷ്യൻ മറക്കാത്ത ജീവിതത്തിന്റെ ഉടമസ്ഥനായി അള്ളാഹു തെരഞ്ഞെടുക്കുക. വലഖദ് ഇസ്തഫൈനാഹു. ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഇബ്രാഹിം നബിയോട് സ്നേഹ ബഹുമാന, ഇവിടുത്തെ ജൂതന്മാർക്ക് ഇബ്രാഹിം നബിയോട് സ്നേഹ ബഹുമാന. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വായിച്ച കൂട്ടത്തിലുണ്ട്. ബ്രാഹ്മണന്മാർ അവർ ഇബ്രാഹിമിന്റെ, അബ്രഹാം പ്രവാചകന്റെ പിന്മുറക്കാരാണെന്നും അവർ കെട്ടുന്ന ആ ചരടുണ്ടല്ലോ, ആ പൂണൂല്, അതുപോലും ഇബ്രാഹിം നബിയുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്ന ഒരു ഗവേഷണ ലേഖനം. ചുരുക്കി പറഞ്ഞാൽ ഇബ്രാഹിം നബിയോട് എല്ലാവർക്കും ഇഷ്ടം. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനൽ സാലിഹീൻ. നാളെ പരലോകത്താവട്ടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിന്റെ അവകാശികളാകുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ്. ഈ ലോകത്ത് പലരും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അവർക്ക് പരലോകം കിട്ടിയിട്ടില്ല. ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് ഈ ലോകവും കിട്ടി, നാളത്തെ പരലോകം കിട്ടി. ഇത് രണ്ടും ഒരു മനുഷ്യന് കിട്ടുക എന്നത് അവന്റെ ജീവിതത്തിന്റെ പൂർണ്ണതയാണ്. ആ പൂർണ്ണതയിലേക്ക് ജീവിച്ച ഒരു പ്രവാചകന്റെ ജീവിതത്തെ ആർക്കാണ് വെറുക്കാൻ പറ്റുക? ഇത് രണ്ടും കിട്ടാൻ ആഗ്രഹിക്കുന്നവരല്ലേ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും? അപ്പൊ ഇത് രണ്ടും കിട്ടിയ ഒരു ജീവിത രീതി നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ ആ ജീവിത രീതിയെ ഒരാൾ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ സ്വയം വിഡ്ഢിയാവല്ലേ? അവനറിയാലോ ഇങ്ങനെ ജീവിച്ചാൽ ഇത് രണ്ടും കിട്ടുമെങ്കിൽ പിന്നെ അങ്ങനെ ജീവിച്ച് അത് രണ്ടും വാങ്ങുകയല്ലേ അവൻ ചെയ്യേണ്ടത്, ബുദ്ധിമാനാണെങ്കിൽ. അപ്പൊ ആ മഹാനായ പ്രവാചകന്റെ ഈ വലിയ ജീവിതത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഹജ്ജ് കർമ്മവും ബലിപെരുന്നാളും ഉളുഹിയത്തുമൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഹജ്ജിനു വേണ്ടി മക്കയിലേക്ക് വരുന്ന മുഴുവൻ ഹാജിമാരോടും അവർ ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ അവർ വിളിച്ചു പറയേണ്ട ഒരു വാചകമുണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്.
ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഹജ്ജ് കർമ്മം നിർവഹിക്കാതെ അല്ലെങ്കിൽ ഹജ്ജ് കർമ്മത്തിനല്ലാതെ ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളും ഈ ദുൽഹജ്ജ് മാസത്തിന്റെ പിറവിയോടുകൂടി അവർ വിളിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഈ രണ്ട് വാചകങ്ങളിലൂടെയും ഒരു മനുഷ്യൻ സ്വന്തം മനസ്സിൽ അരക്കിട്ടുറപ്പിച്ച് ലോകത്തിനോട് വിളിച്ചു പറയുന്ന വളരെ അനന്തമായ ഒരു സത്യമുണ്ട്. എന്താണെന്നറിയങ്ങള്? മനുഷ്യൻ എന്ന ജീവിയുടെ ദൗർബല്യവും നിസ്സഹായതയും അവന്റെ സൃഷ്ടാവായ എല്ലാത്തിനും സാധിക്കുന്ന ഉടമസ്ഥനായ പടച്ച റബ്ബിനോട് എത്രമാത്രം ഒരു മനുഷ്യൻ വിധേയപ്പെട്ടിരിക്കണം എന്നതിന്റെ കൃത്യമായ ചിത്രങ്ങളാണ് ഈ രണ്ട് വാക്കുകളിലൂടെ, വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സമർപ്പണമാണ്. തന്റെ ജീവിതത്തെ പരിപൂർണമായി അള്ളാഹുവിന് സമർപ്പിക്കുക. എന്താ കാരണം? ഞാൻ എത്ര വളർന്നാലും എന്റെ വളർച്ച എന്ന് പറയുന്നത് അത് വളരെ വളരെ പരിമിതമാണ്. എന്റെ ജീവിതത്തിലെ അടുത്ത സെക്കൻഡിനെ കുറിച്ചറിയാൻ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മുടെ മുഖ്യമന്ത്രി പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് അതിന്റെ വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനൽ ഇങ്ങനെ മൊബൈലിലാണ് കണ്ടുകൊണ്ടിരിക്കണേ. പ്രഖ്യാപനം ഉണ്ടാവില്ല. അപ്പൊ മിക്കവാറും ഇപ്പൊ പ്രഖ്യാപനം ഉണ്ടാവും. രണ്ടാളുകൾ റൂമിലുണ്ട്, അവർ പുറത്തിറങ്ങിയ ഇപ്പൊ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് പറഞ്ഞ് പത്രക്കാര് പല ഭാഷയിൽ അങ്ങനെ പത്രപ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വലിയ വലിയ ആളുകൾ ഇങ്ങനെ ഇപ്പൊ പ്രസ്താവന ഉണ്ടാവും പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാൾ ഇറങ്ങി വന്ന് ഒരാൾ കാറ് കയറിപ്പോയി, മറ്റേയാൾ മുറി കയറി വാതിലടച്ച്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക, പത്രപ്രവർത്തനം അത് വർഷങ്ങളായി പാരമ്പര്യമുള്ള അനേകം പത്രപ്രവർത്തകരും അടുത്ത സെക്കൻഡിൽ തങ്ങൾ അന്വേഷിക്കുന്നത് വീണ് കെട്ടുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുമ്പോ അവരുടെ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ആ സ്വപ്നം ഇങ്ങനെ പൊലിഞ്ഞു പോകുന്നത് കണ്ടപ്പം എനിക്കിങ്ങനെ ചിരി വരികയാണ്. എന്താണ് മനുഷ്യൻ ഈ ലോകത്ത് നേടിയത്? തന്റെ അടുത്ത നിമിഷത്തെക്കുറിച്ച്, അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കുക എന്നറിയാനുള്ള ഒരു കഴിവ് ആയിരക്കണക്കിന് കൊല്ലത്തെ ജീവിതത്തിലെ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ നേടിയെടുക്കാൻ മനുഷ്യന് പറ്റിയിട്ടില്ല. ഇപ്പോഴും ആദിമ മനുഷ്യൻ ആ വിഷയത്തിൽ എവിടെയായിരുന്നോ അവിടെ തന്നെയാണ് ഇന്നത്തെ മനുഷ്യനും. ലോകത്തിലെ ഒന്നാമത്തെ മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അടുത്ത സെക്കൻഡിനെ കുറിച്ചറിയാൻ ഒരു കഴിവുമുണ്ടായിരുന്നില്ല എന്നിടത്ത് നിന്ന് ഒരിഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അവിടെ തന്നെ നിൽക്കുന്നു മനുഷ്യൻ. അവിടെ തന്നെ നിൽക്കുന്നു. എന്ത് മാറ്റേണ്ടത് അല്ലേ? മങ്കടയിലെ പരിസരത്തെ കുന്നിൻ മുകളിലേക്ക് കാറ്റുകൊള്ളാൻ വേണ്ടി കടന്നു പോകുന്ന ആ നാട്ടിൽ ജനിച്ചു വളർന്ന് ആ നാടിന്റെ ഊടുവഴികളും ഇടവഴികളുമൊക്കെ കൃത്യമായിട്ടറിയാവുന്ന ആ മക്കൾ ഇടിമിന്നലിൽ മരണപ്പെടുമ്പോ അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും ചെയ്തു കൊടുക്കട്ടെ. ജീവിതത്തിലെ സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കട്ടെ. അവരുടെ നന്മകളൊക്കെ റബ്ബ് സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളുടെ വേർപാടിൽ സങ്കടപ്പെടുന്ന കുടുംബത്തിന് റബ്ബ് ശാന്തിയും സമാധാനവും നൽകട്ടെ. ഞാൻ സൂചിപ്പിച്ചത് തങ്ങൾ നടന്നു പോകുന്നത് എവിടേക്കാണ് എന്ന്, ആ ഒരു സെക്കൻഡിന്റെ അപ്പുറത്തേക്ക് എന്താണ് നടക്കുന്നത് എന്നറിയാൻ ഒരു മാർഗവും ഒരു കഴിവും മനുഷ്യന്റെ മുമ്പിലില്ല. എന്നിരിക്കെ ആ മനുഷ്യനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന സൃഷ്ടാവിന്റെ ആ സൃഷ്ടാവിന് കീഴടങ്ങുക എന്നതിൽ നിന്ന് മാറി നിൽക്കാൻ, വിട്ടു നിൽക്കാൻ ഒരു മനുഷ്യന് എപ്പോഴാണ് സാധിക്കുക? എന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോഴല്ലേ എനിക്കൊന്ന് ഒറ്റക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇനി രണ്ട് കാലുമ നിന്നോളാം, എനിക്കൊരാളിൽ സപ്പോർട്ട് വേണ്ട എന്നൊരാൾക്ക് പറയണമെങ്കിൽ അയാൾക്ക് രണ്ട് കാലുമ നിൽക്കാൻ പറ്റണ്ടേ എപ്പോഴെങ്കിലും അല്ലേ? തന്റെ സൃഷ്ടാവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് എവിടെയാണ് ഒരു മനുഷ്യന് ഇത്തിരി പോലും മാറി നിൽക്കാനാവുക? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹ് പറയണേ, അസ്ലിം അസ്ലിം. എന്താ അസ്ലമ എന്ന് പറഞ്ഞാല്? അസ്ലമ എന്ന അറബി വാക്കിന്റെ അർത്ഥം കീഴൊതുങ്ങി, കീഴ്പ്പെട്ടു എന്നൊക്കെയാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങിയവൻ എന്നർത്ഥം.
അള്ളാഹുവിന്റെ കൽപ്പന അസ്ലിം, അതൊരു കൽപ്പനാക്രിയയാണ്. അസ്ലിം, നീ കീഴൊതുങ്ങ്. ഞാൻ എന്താണോ കൽപ്പിക്കുന്നത് ആ കൽപ്പനക്ക് നീ കീഴൊതുങ്ങ് എന്ന് അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് കൽപ്പിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി പെട്ടെന്നാണ്. എന്താ മറുപടി? അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവേ, എന്നോട് കീഴടങ്ങാൻ പറഞ്ഞത് ഒരു പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ ബ്ലോക്ക് മെമ്പറോ MLA യോ MP ഒന്നുമല്ല, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബേ, ഞാനിതാ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഹജ്ജ് എന്നത് ഈ കീഴ്പ്പെടലിന്റെ ഏറ്റവും വലിയ ഒരു പ്രാവർത്തികമായ രൂപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ കൽപ്പിക്കുന്നത് ആ കൽപ്പനക്ക് അങ്ങനെ തന്നെ കീഴ്പ്പെടുക. നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഒന്നിൽ പോലും നമ്മുടെ ബുദ്ധി കൊണ്ട് അത് ഇന്നത് കൊണ്ട് ഇക്കാരം, അത് ഇന്നത് കൊണ്ട് ഇക്കാരം എന്ന് വ്യാഖ്യാനിക്കാൻ ഒന്നിലും പറ്റൂല. മക്കയിൽ വരണം, ആ കഅബയുടെ ചുറ്റും ഇങ്ങനെ 7 വട്ടം ഇങ്ങനെ ചുറ്റണം. എന്താ തിരക്ക്! ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആ തവാഫിന് വേണ്ടി ആ മത്താഫിലേക്ക് ഇറങ്ങുമ്പോ കാല് നിലത്ത് കുത്താൻ കഴിയാത്ത ആ ജാതി തിരക്കിലാണ്. തവാഫ് മാത്രമല്ല സഅയും. എന്തിനാ ഇപ്പൊ ഈ തിരക്കെല്ലാം പാടങ്ങ് എടങ്ങേറാക്കിയിട്ട് അതിന്റെ ചുറ്റും ഇങ്ങനെ 7 വട്ടം നടന്നിട്ട് ആരുടെയെങ്കിലും വിശപ്പ് മാറുമോ ലോകത്ത്? ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമോ? എന്തൊരു തിരക്കിലാണ് പ്രായമായവരൊക്കെ. എന്തിനാപ്പാ ചുറ്റല്? എന്തിനാ ചുറ്റല്? ഒരു വിശദീകരണം നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹു കൽപ്പിച്ചു, നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സഫയിൽ നിന്ന് മറുവയിലേക്ക് സാധാരണ തവാഫിന് തിരക്കുണ്ടെങ്കിലും സഫാ മറുവയിൽ ഒന്ന് കയ്യ് വീശി നടക്കാൻ പറ്റാറുണ്ട്. അതുപോലും പറ്റാത്ത വിധം തിരക്ക് കൂടിയിരിക്കുന്നു. ആ തിരക്കിൽ ഇങ്ങനെ ഒരു 400 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കി നടക്കുക. എന്തിനാണ് നടക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങൾ ഇതിനെ നടന്നിട്ട് സഫാ മറുവക്കടയിൽ നടന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കണോ? ഇല്ലേ? ഉംറ തീരാണ്. ഇനി പോകേണ്ടത് ദുൽഹജ്ജ് 8-ന് ഇൻഷാ അല്ലാഹ് മിനയിലേക്ക് പോകണം. മക്കയിലെ AC ഒരു ദിവസത്തേക്ക് 1000 10,000 ഒക്കെ റൂമിന് വാടക കൊടുത്തവര് ആ വാടക കൊടുത്ത റൂം അടച്ചിട്ടിട്ട് അവര് മിനായിലെ ഒരു മയ്യത്തിന് പോലും കിടക്കാൻ വീതിയില്ലാത്ത വീതി കുറഞ്ഞ ആ സ്പോഞ്ചിന്റെ ചെറിയ കിടക്കയിലേക്ക് അവര് മാറണമെന്ന് പറഞ്ഞ്. താമസിക്കാൻ വീടില്ലാത്തവരല്ല, കേറിക്കിടക്കാൻ കൂരല്ലാത്തവരല്ല, കോടികളുള്ളവർ 4 ദിവസം ഒരു ഹോട്ടലില് താമസിക്കാൻ വേണ്ടി ഒരു 2 ബെഡുള്ള ഒരു റൂമിന് 4 ദിവസത്തെ വാടക 16,000 റിയാലാണ് എന്ന് കേട്ടപ്പോ ഞാൻ അന്നൊന്ന് കണക്കൂട്ടി. എത്രയാണ് ആ 16,000ന്റെ കണക്ക്? ആ 16,000 കൊടുത്ത റൂം അടച്ചിട്ടിട്ട ഈ മിനായിലെ ഒരു മനുഷ്യന് മലർന്നു കിടക്കാൻ വീതിയില്ലാത്ത 1/2 ഇഞ്ച് സ്പോഞ്ചിന്റെ ആ കഷ്ണത്തിലേക്ക് മനുഷ്യൻ പറിച്ചു നടപ്പെടുന്നത്. എന്തേത്? പാന്റും കുപ്പായും ഡ്രസ്സും ഒക്കെ എമ്പാടുണ്ടായിട്ടും അത് വെക്കാൻ അലമാരയിൽ സ്ഥലമില്ലാഞ്ഞിട്ടും അത് അവിടെക്കട വെച്ചോ, ഒരു തുണി എടുത്തിട്ട് ഒരു തുണി പുതച്ച് പൊയ്ക്കോ എന്ന് അള്ളാഹു പറഞ്ഞത് ഈ ലോകത്ത് വസ്ത്രത്തിന്റെ ക്ഷാമം പരിഹരിക്കാനല്ല, കൽപ്പനയാണ്. അനുസരിച്ചോളണം. അല്ലെ? പിറ്റേന്ന് രാവിലെ പോകണം. എവിടേക്ക്? അറഫയിലേക്ക് പോകണം. കത്തുന്ന ചൂടാണ്. ഇന്നത്തെ ചൂടെത്രയാ? ആ ചൂട് സഹിച്ച് ആ അറഫയിലെ ആ ചെറിയ മരത്തണലുകളിൽ വൃദ്ധന്മാർ, പ്രായം ചെന്നവർ, രോഗികൾ, അവർ വെയിലത്തങ്ങനെ കരിഞ്ഞു നിൽക്കും വൈകുന്നേരം വരെ. എന്തിനാ? അത് കഴിഞ്ഞ് രാത്രി മഗ്രിബ് നിസ്കരിക്കാതെ അവർ മുസ്ദലിഫയിലേക്ക് പോകണം. മുസ്ദലിഫയിലെ വെറും നിലത്ത് ആകാശത്തിലേക്ക് നോക്കി കിടക്കണം. അവർക്ക് വീടുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, ബെഡും തലയിണയുമുണ്ട്. പക്ഷേ അവിടെ കിടക്കണം. കുറച്ച് മുമ്പത്തെ ഒരു ഹജ്ജിൻ ഓർമ്മയുണ്ട്. നല്ല തണുപ്പുള്ള ഹജ്ജായിരുന്നു. തുളച്ചു കയറുന്ന കാറ്റാ രാത്രിയിലൊക്കെ. പക്ഷേ മുസ്ദലിഫയിൽ കിടക്കുമ്പോ തല മൂടാൻ പാടില്ല എന്ന നിയമമനുസരിച്ച് ആ തല പുറത്തേക്ക് കാണിച്ച് ആ ഉംറയുടെ വിരിപ്പ് കൊണ്ട് കഴുത്തിന്റെ താഴേക്ക് പുതച്ചിങ്ങനെ വിറച്ചു കിടക്കുന്നവർ. എന്തിനത്? അങ്ങനെ മുസ്ദലിഫയിൽ വെറുത്ത് തണുത്ത് വെറുങ്ങലിച്ച് കിടന്നുകൊണ്ട് ഈ ലോകത്തിന് വല്ലതും കിട്ടാണ്ടോ? ഹജ്ജിന്റെ മുഴുവൻ കർമ്മങ്ങളും പിറ്റേന്ന് മിനയിലേക്ക് വരണം. ജംറയിൽ 7 കല്ലുകൊണ്ട് എറിയണം, ബലിയറുക്കണം. ചില ആൾക്കാർ പറയും ബലിയൊന്ന് പറക്കണ്ട, ഇഷ്ടം പോലെ ഇറച്ചിയ കല്ലോടത്തുണ്ട്, ആ പൈസ പാവങ്ങൾക്ക് കൊടുത്തവരെ പാവങ്ങൾക്ക് കൊടുക്കാന്നല്ല, ആ ബലി അറുത്തിരിക്കണം.
അത് അറുക്കുന്ന മൃഗത്തിന് അള്ളാഹു വെച്ച നിബന്ധനകളുണ്ട്. അതിന് പ്രായം നിശ്ചയിച്ചിട്ടുണ്ട്, അതിന്റെ രൂപം നിശ്ചയിച്ചിട്ടുണ്ട്, അതിന്റെ ശേഷി നിശ്ചയിച്ചിട്ടുണ്ട്. അത് പറഞ്ഞതുപോലെ കൊമ്പ് പൊട്ടിയതാവരുത്, കണ്ണ് പൊട്ടിയതാവരുത്, ചെവി മുറിഞ്ഞതാവരുത്, കേടുപാടുള്ളതാവരുത്, പ്രായം ഏറെയായതാകരുത്, പ്രായമാവാത്തതാകരുത്. എന്തിനാണ്? അള്ളാഹു കൽപ്പിക്കുന്നു, ആ കൽപ്പന നമ്മൾ അനുസരിക്കുന്നു. അതാണ് ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തം ആര് നിർവഹിക്കുന്നോ അവൻ ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ ജീവിക്കുന്നവനാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ. ആ അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് ആരാണോ എന്താണ് മനുഷ്യൻ, അവൻ അതിര് കവിഞ്ഞിരിക്കുന്നു. ഫഅമ്മാമൻ ത്വഗ, മനുഷ്യൻ അതിര് കവിഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ടാ അതിര് കവിയുന്നത്? അവന് സ്വയം തോന്നിയിരിക്കുന്നു. എന്താ തോന്നിയത്? എനിക്ക് പോന്നവനാണ് ഞാൻ, എന്റെ കാര്യങ്ങൾക്ക് ഞാൻ മതി എന്ന് തോന്നിയിരിക്കും. ഇപ്പൊ അടുത്ത ദിവസം ഞാൻ നമ്മളെ AP അബ്ദുൽ ഖാദിർ മൗലവിയുടെ മകൻ ജൗഹർ, അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്, ഒരു ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് കുറിപ്പ് വായിച്ച്, അദ്ദേഹത്തിന്റെ ഭാര്യ ഈ അസുഖം ബാധിച്ചു, മരണപ്പെട്ടു. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും ചെയ്തു കൊടുക്കട്ടെ. അപ്പൊ ഈ ചികിത്സക്ക് വേണ്ടി ഭാര്യയെ ഈ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ഓങ്കോളജി വിഭാഗത്തിന്റെ ഹെഡാണ് ഈ പറയപ്പെട്ട ഡോക്ടർ. അദ്ദേഹം വെറും ഒരു ഡോക്ടറല്ല, ആ രോഗികളുടെ സാധാരണ ഭാഷയിൽ പറയാറില്ലേ, കാണപ്പെട്ട ദൈവം എന്നൊക്കെ സാഹിത്യത്തിൽ പറയാണ്ടല്ലോ, അതേപോലെ ആ ആളുകളൊക്കെ ഏറെ രോഗികൾ ഇഷ്ടപ്പെടുന്ന ഒരു ഡോക്ടറാണ്. ആര് ചികിത്സിച്ചാലും പരിശോധിച്ചാലും ഈ ഡോക്ടറുടെ ഓഫീസിന്റെ മുമ്പിൽ രോഗികൾ ഇങ്ങനെ നിൽക്കുന്ന, ഡോക്ടർ ഒന്ന് കാണാൻ പോരുമ്പോ ഡോക്ടർ ഒന്ന് സാരല്ല, റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ രോഗികൾക്ക് ഭയങ്കര ആശ്വാസ. അത്രമാത്രം അവർക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടറാ. ആ ഡോക്ടർ കഴിഞ്ഞ ദിവസം മരിച്ചു. എങ്ങനെ മരിച്ചു അറിയോ? വൻകുടലിൽ ക്യാൻസർ ബാധിച്ച് ആ ഡോക്ടർ മരിച്ചു. ഈ രോഗികളെ, ഈ രോഗം ബാധിച്ച രോഗികൾക്ക് കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല ചികിത്സ കൊടുക്കുന്ന ആ വലിയ ഡോക്ടർ ആ വഴിയെ തന്നെ അദ്ദേഹം പോവാണ്. നിസ്സഹായതയുടെ അടയാളങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടാണ് യാത്ര. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ജീവിതത്തിന്റെ മാർഗത്തിന്റെ ആ വലിയ പ്രതിരൂപമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ബുദ്ധിയുടെ അടയാളമാണ് തന്റെ സൃഷ്ടാവിന് ജീവിതം സമർപ്പിക്കുക എന്നത്. ആ റബ്ബ് എന്തു പറഞ്ഞോ അത് ചെയ്യുക, അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ഈ ലോകത്ത് നേടാനില്ല. ഈ ലോകത്തിനപ്പുറം നമ്മൾ കടന്നു ചെല്ലേണ്ടത് മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഏക ഉടമസ്ഥനായ അള്ളാഹുവിന്റെ മുമ്പിൽ ജീവിതത്തിന്റെ കണക്കവതരിപ്പിച്ച് കിട്ടേണ്ടത് വാങ്ങിപ്പോകേണ്ടവരാണ് നമ്മൾ എന്ന ബോധ്യമുള്ള ഒരു മനുഷ്യന് എവിടെയാണ് ഇബ്രാഹിം നബിയുടെ മാർഗത്തെ വെറുക്കാൻ പറ്റോ? ചെറിയൊരു കുട്ടി ഉണ്ടായിട്ടേ പ്രാർത്ഥിച്ചു കിട്ടിയ കുട്ടിനെ അറുക്കണമെന്ന് സ്വപ്നം കാണുമ്പോഴേക്ക് ആ മകനെ അങ്ങോട്ട് അറുക്കാൻ കൊണ്ടുപോകുക, അതൊക്കെ എത്ര വലിയ കാര്യം, അതൊക്കെ പൊട്ടത്തരല്ലേ എന്നൊരു മനുഷ്യൻ പറയുന്നുണ്ടെങ്കിൽ ആ മകനെ തനിക്ക് തന്ന ആ റബ്ബ് ആ മകന്റെ കാര്യത്തിൽ തന്നോടൊരു കൽപ്പന നടത്തുമ്പോ ആ കൽപ്പന അനുസരിക്കലാണ് ഏറ്റവും വലുത് എന്ന തിരിച്ചറിവുണ്ടല്ലോ, അത് ബുദ്ധിയുടെ അടയാളമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ നമ്മളങ്ങനെ പഠിക്കുമ്പോ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാകുമ്പോ പിതാവിനെ ഉപദേശിക്കുന്നത്, പിതാവ് വഴക്ക് പറയുന്നത്, വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്, നാട്ടിലേക്ക് ഇറങ്ങുന്നത്, നാടിനോട് മുഴുവനും അദ്ദേഹം പ്രവർത്തിക്കുന്നത്, പ്രബോധനം ചെയ്യുന്നത്, പൊരുതുന്നത്, ഒറ്റയാൾ പട്ടാളമായി തിന്മക്കെതിരെ പോരാടുന്നത്, അവസാനം രാജാവിന്റെ മുമ്പിൽ കുറ്റവാളിയായി പിടിക്കപ്പെടുന്നത്, രാജാവുമായി തർക്കത്തിലേർപ്പെടുന്നത്, അവസാനം ശിക്ഷയായി തീയിലേക്കെറിയപ്പെടുന്നത്, നാട് വിട്ടുപോകുന്നത്, ആ കുടുംബത്തിന്റെ ജീവിതത്തിലെ ഓരോ വഴികളെയും നമ്മൾ പരിശോധിക്കുക. നമുക്ക് അത്ഭുതം തോന്നിയേക്കാം, പക്ഷേ ഇബ്രാഹിം നബി സാധാരണക്കാരനാണ്. ആ സാധാരണത്വത്തിന്റെ അടയാളമാണ് തന്റെ സൃഷ്ടാവ് എന്ത് കൽപ്പിച്ചോ അത് ഞാൻ അനുസരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഹജ്ജിന്റെ മനോഹരമായ ഓർമ്മകൾ കടന്നുവരുന്ന ഈ ദിവസങ്ങളിൽ നമ്മളും തീരുമാനിക്കേണ്ടത് ഇതുതന്നെയാണ്.
അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ മാർഗത്തെ അല്ലാഹു നിങ്ങൾക്ക് ജീവിത മാർഗമായി നിശ്ചയിച്ചു. മില്ലത്ത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ ജീവിത മാർഗത്തെ നിങ്ങൾ പിൻപറ്റി ജീവിക്കണമെന്ന് അല്ലാഹു നമ്മളോട് കൽപ്പിക്കുന്നു. ആ കൽപ്പന ആവർത്തിച്ചാവർത്തിച്ച് നമ്മുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഹജ്ജും ബലിപെരുന്നാളും ഉളുഹിയത്തുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷാവർഷങ്ങളായി കടന്നു വരുന്നു. അതുകൊണ്ട് ഈ ബലിപെരുന്നാളിന്റെ, ഈ ഹജ്ജിന്റെ, ഈ ഉളുഹിയത്തിന്റെ ഈ മനോഹരമായ ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കുറിച്ചു വെക്കേണ്ടത്, ഞാൻ ഇബ്രാഹിം നബിയുടെ മാർഗത്തെ സ്നേഹിക്കും, ഞാൻ ആ മാർഗത്തെ പിൻപറ്റും. ഭൗതികമായ ഒരു പ്രീണനങ്ങൾക്കും എന്നെ തകർക്കാനോ വഴിതെറ്റിക്കാനോ സാധ്യമാവാത്ത വിധം ബുദ്ധിയുള്ളവനായി ഞാൻ ജീവിക്കും. അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്താണോ അതനുസരിക്കുക എന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിപരമായ തീരുമാനമെന്ന് നമ്മൾ തിരിച്ചറിയണം. തോന്നിയതുപോലെ ജീവിച്ച്, മനസ്സിൽ എന്താണോ തോന്നുന്നത് അതിന്റെ പിന്നാലെയൊക്കെ പോയി ജീവിച്ച മനുഷ്യൻ, അവൻ ചെന്നെത്തുന്നത് അതിഭീകരമായ നരകത്തിലേക്കാണ്. എന്നാൽ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും ഈ ഒരു പ്രവൃത്തിയുമായി നാളെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഒറ്റക്ക് നിൽക്കേണ്ടി വരുമെന്നും എന്റെ ജീവിതത്തിന്റെ മുടിനാരിഴ കീറി ഞാൻ മറുപടി പറയേണ്ടി വരുമെന്നും ബോധ്യമുള്ളത് കൊണ്ട് റബ്ബിനെ പേടിച്ച് മനസ്സിനെ നിയന്ത്രിക്കുന്നവരാരോ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവന്റെ സങ്കേതം നരകമാണ്, സ്വർഗമാണ്. അപ്പൊ സ്വർഗം തെരഞ്ഞെടുക്കാൻ ഇബ്രാഹിം നബിയുടെ മാർഗത്തെ പിൻപറ്റണം. വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഇടപാടുകളിൽ, ബന്ധങ്ങളിൽ, ജീവിതം കടന്നു പോകുന്ന ഏത് മേഖലകളിലും അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. ഭൗതികമായ താല്പര്യങ്ങളൊക്കെ നമ്മളെ കബളിപ്പിക്കുന്ന പരീക്ഷണ വസ്തുക്കളാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും. ഈ ദുന്യാവിൽ മനുഷ്യനെ പ്രീണിപ്പിക്കുന്ന, മനുഷ്യന്റെ മനസ്സിനെ ആകർഷിക്കുന്ന ഒരുപാട് വസ്തുക്കൾ അല്ലാഹു തആല സ്ഥാപിച്ചിട്ടുണ്ട്. വെറുതെ അല്ല, പരീക്ഷിക്കാൻ വേണ്ടിയാ. ചെന്ന് ചാടാനല്ല, ചെന്ന് വീഴാനല്ല. അതൊക്കെ പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങൾക്കിടയിലൂടെ വിജയിയായി തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇബ്രാഹീമിന്റെ മില്ലത്തിനെ, ആ മാർഗത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് ഹജ്ജും പെരുന്നാളും ബലികർമ്മങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും മഹത്തായ ദിവസങ്ങളിലാണ്. ഇന്ന് മിക്കവാറും എല്ലാ പള്ളിയിലെയും വെള്ളിയാഴ്ചയിലെ ജുമുഅ ഖുതുബ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വിശുദ്ധമായ ഹറമിലെ ജുമുഅ ഖുതുബയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അള്ളാഹു നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ ഔദാര്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടതാണ്. അള്ളാഹു ചില ദിവസങ്ങൾക്ക്, ചില സ്ഥലങ്ങൾക്ക്, ചില മാസങ്ങൾക്കൊക്കെ ചില പ്രത്യേകതകൾ നിശ്ചയിച്ചിട്ടുണ്ട്. വിശുദ്ധ റമളാൻ മാസത്തിന്റെ പ്രത്യേകത, മാസങ്ങളുടെ കൂട്ടത്തിൽ 4 മാസങ്ങൾ ശ്രേഷ്ഠമാണ്. ആ ശ്രേഷ്ഠമായ 4 മാസങ്ങളിൽ 3 മാസങ്ങൾ ഒരുമിച്ചാണ്. ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, അല്ലേ? അതുപോലെ തന്നെ റമളാൻ മാസത്തിന്റെ സവിശേഷത, അതുപോലെ ലൈലത്തുൽ ഖദറിന്റെ സവിശേഷത, റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങൾ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 5 ദിവസങ്ങൾ, അങ്ങനെ പരിശുദ്ധമായ ദിവസങ്ങൾ, സ്ഥലങ്ങളുണ്ട്. അറഫയുടെ സവിശേഷത, മസ്ജിദുൽ ഹറമിന്റെ സവിശേഷത, മസ്ജിദുൻ നബവിയുടെ സവിശേഷത, ബൈത്തുൽ മുഖദ്ദസിന്റെ സവിശേഷത. എന്തിനാ അള്ളാഹു ഇത്തരം ചില സവിശേഷതകൾ ഈ ലോകത്തുണ്ടാക്കിയത്? അത് നമ്മളോട് റബ്ബ് കാണിച്ച വലിയ സ്നേഹമാണ്. ആ ദിവസങ്ങളിൽ, ആ സ്ഥലങ്ങളിൽ, ആ സമയങ്ങളിൽ, ആ രാത്രികളിൽ, പകലുകളിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പ്രതിഫലം വളരെ വളരെ വലുതാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു വചനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞു: മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ.
നമ്മുടെ ജീവിതമൊക്കെ കടന്നു പോകുന്ന വഴികളിലെ ചില സവിശേഷതകളെ നമുക്ക് കാണാൻ പറ്റാതെ വരുമ്പോ നമ്മളെ അത് വല്ലാതെ വേദന. ഇപ്പൊ നമ്മളിങ്ങനെ ഈ റോട്ടിൽ കൂടെ അങ്ങനെ പോവാ, അവിടെ എത്തിയപ്പോ ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? എനിക്കൊന്നും കിട്ടിയില്ല. ആ നമ്മളെ സെന്ററിന്റെ അപ്പുറത്ത് ആ റൂമിന്റെ അവിടുന്ന് ഇങ്ങനെ എല്ലാവർക്കും കണ്ടമാനം പൈസ കൊടുക്കണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഞാനതിന് മൊബൈൽ നോക്കി ഇങ്ങനെ പോന്നപ്പോഴേ അങ്ങോട്ട് നോക്കാൻ മറന്ന് ഭയങ്കര സങ്കടയിക്കാരെ വിടാൻ റബ്ബേ ഞാൻ നോക്കിയില്ലല്ലോ അല്ലെ. നമ്മുടെ ജീവിത വഴികളിൽ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്ന ചില അപൂർവമായ അത്ഭുതകരമായ സന്ദർഭങ്ങളുണ്ട്. അത് കാണാതെ പോകുന്നത് ഏറ്റവും വലിയ സങ്കടത്തിനും ഏറ്റവും വലിയ പരാജയത്തിന്റെയും കാരണം. നമ്മൾ ഈ കടന്നു പോകുന്ന നമ്മൾ പ്രവേശിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഈ 18 or 19 ആണെന്ന് തോന്നില്ലേ ദുൽഹജ്ജ് ഒന്നായിട്ട്. ഇവിടുത്തെ കൺകൂർമന്റെ നാട്ടിലെങ്ങനെ പറയണേ, ഇവിടെ മാസപ്പരിവി അനുസരിച്ച് എന്തായാലും 18 or 19 എന്നൊക്കെ പറഞ്ഞാൽ 18 പറഞ്ഞാൽ ഇപ്പൊ തിങ്കളാഴ്ചക്കല്ലേ, തിങ്കളോ ചൊവ്വയൊക്കെ ആയിട്ട് ദുൽഹജ്ജ് മാസം പിറക്കുകയാണ്. കറക്റ്റ് കണക്കിന് അറിയില്ലേ, നിങ്ങൾ നോക്കണ്ടേ. അപ്പൊ അങ്ങനെ ആ ദുൽഹജ്ജ് മാസം പിറവിയെടുത്താൽ അതിന്റെ ആദ്യത്തെ 10 ദിവസം ഉണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് തന്ന ഏറ്റവും വില കൂടിയ സമ്മാനാണ്. കാരണം ആ ദിവസങ്ങളെ കുറിച്ചാണ് ഖുർആനിൽ വൽ ഫജ്ർ വലയാലിൻ അശർ 10 ദിവസങ്ങളെ അല്ലാഹു സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആ 10 ദിവസങ്ങൾ ഈ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളാണെന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. റസൂൽ പറയണേ, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ആദിഹിൽ അയ്യാം യഅനി അയ്യാമുൽ അശർ. എന്താ പറഞ്ഞ നിങ്ങള്? ഈ 10 ദിവസങ്ങളിൽ ഒരാൾ സൽക്കർമ്മം ചെയ്യുക എന്നുള്ളത് അതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മം വേറല്ല. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ആദിഹിൽ അയ്യാം. ഈ ദിവസങ്ങൾ സൽക്കർമ്മം നമ്മൾ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് വേറെ ഒരു ദിവസത്തിലെ സൽക്കർമ്മങ്ങളും ഇത്രത്തോളം അള്ളാഹുവിന് ഇഷ്ടമുള്ളതല്ല. ആ വാചകത്തിന്റെ ഘടന അതിങ്ങനെ മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ വരിക. ചുരുക്കി പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന അമലുകളെ അല്ലാഹു എത്രത്തോളം ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കുന്നുവോ അത്ര വേറെ ഒരു ദിവസത്തിലെ അമലും അല്ലാഹു സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, സാമാന്യബോധമുള്ള നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ദിവസങ്ങളിലാണ് നമ്മൾ അല്ലാഹുവിന് കൂടുതൽ 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 സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്. കാരണം മറ്റേതു ദിവസത്തെക്കാൾ ഇത് അല്ലാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠമാണ്, ഏറ്റവും പ്രതിഫലാർഹമാണ്. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ വേറെ ഒരു ദിവസം ചെയ്യുന്ന ഒരു സൽക്കർമ്മവും ഈ ദിവസങ്ങളിലെ സൽക്കർമ്മത്തോളം എത്തുകയില്ല എന്ന് റസൂല് പറഞ്ഞപ്പോ സദസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചു, ഖാലൂ, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. വേറെ ഈ 10 ദിവസത്തിലല്ലാതെ വേറെ ഒരു ദിവസം ഒരാള് അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്താലും ഈ ദിവസം ചെയ്യുന്ന സൽക്കർമ്മത്തോളം അത് അള്ളാഹ്ക്ക് ഇഷ്ടാവൂലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പറയുന്ന മറുപടി, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ഇല്ല, അതുമില്ല. അള്ളാന്റെ മാർഗത്തിൽ ഒരാൾ ചെയ്യുന്ന ജിഹാദ് പോലും ഈ 10 ദിവസങ്ങളിലെ സൽക്കർമ്മത്തോളം റബ്ബിന്റെ അടുക്കൽ ശ്രേഷ്ഠമാകുന്നില്ല. എന്നിട്ട് പ്രവാചകൻ അവിടെ ഒന്ന് വിശദീകരിച്ചു, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സി വമാലി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ. ഒരാള് അള്ളാന്റെ മാർഗത്തിൽ ഓന്റെ ശരീരം ഓന്റെ സമ്പത്തും അതൊക്കെയും കൊണ്ടാണ്ട് ഇറങ്ങിപ്പോയിട്ട് യാതൊന്നും തിരിച്ചു വന്നില്ല. സമ്പത്തും ശരീരവും അള്ളാന്റെ മാർഗത്തിൽ അവൻ സമർപ്പിച്ചു. അത് ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നല്ലാതെ വേറെ ഒരു കർമ്മവും ഇതിനേക്കാൾ ശ്രേഷ്ഠമല്ല. എന്തെങ്കിലും മനസ്സിലായത്? അള്ളാന്റെ പ്രതിഫലത്തിന് വേണ്ടി പണിയെടുക്കുന്ന, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, ആ ഇഷ്ടത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഏറ്റവും മനോഹരമായ ദിവസങ്ങളിലേക്ക് അവന്റെ ജീവിതം പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞേ. ഈ ആഴ്ചയിലെ മിക്കവാറും എല്ലാ ഖുതുബകളിലും ഇതായിരുന്നു വിഷയം.
അല്ലേ? നമ്മളും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇപ്പൊ തന്നെ തീരുമാനിക്കണം. അള്ളാഹു എന്റെ കർമ്മങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ മനോഹരമായ, ഇപ്പൊ നമ്മളൊക്കെ ഇവിടൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ ഓഫറുകൾ ഉണ്ടാകുമ്പോ അത് നേരത്തെ അറിഞ്ഞ് മനസ്സിലാക്കി വെച്ച് ഓഫറുകളിൽ തള്ളിക്കയറി എത്ര തിരക്കിയിട്ടാലേ ഓരോരുത്തർ 10 റുപ്യന്റെയും 15 റുപ്യന്റെ ഒക്കെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. പടച്ച റബ്ബിന്റെ ഇത്രയും വലിയ ഒരു ഓഫർ ഒരധ്വാനം ഇല്ലാതെ ഒരു കഷ്ടപ്പാടില്ലാതെ ഒന്ന് മനസ്സ് വെച്ചാലേ നമുക്ക് നേടിയെടുക്കാവുന്ന മനോഹരമായ ഓഫറുകളുടെ വസന്തകാലത്തിലേക്ക് ജീവിതം പ്രവേശിക്കാം. അമൽ സ്വാലിഹാത്ത് എന്താണ്? ആ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട അമൽ സ്വാലിഹാത്ത് ഏതൊക്കെയാണ്? ഒന്ന് ഹജ്ജ് തന്നെയാണ്. ആ ദിവസങ്ങളിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളിലൊന്ന് ഹജ്ജാണ്. ആ ഹജ്ജ് അതിന്റെ പ്രധാന കർമ്മങ്ങൾ ഈ ദിവസങ്ങളിലാണ്, ഈ 10 ദിവസങ്ങളിലാണ്. ദുൽഹജ്ജ് 8 മിന, 9 അറഫ, അന്ന് രാത്രിയിലെ മുസ്ദലിഫ, പിറ്റേന്ന് 10 മിന, മക്കയിലെ തവാഫ് സഅയ് അല്ലേ? ആ 10 തീരും. പെരുന്നാള്, ബലികർമ്മം, അതൊക്കെ അതിൽ നടക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജ് നിർവഹിക്കാപ്പോ നമ്മൾ വിചാരിച്ചാൽ നടക്കൂല. അതിനൊരുപാട് പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. പണ്ടൊക്കെ ആയിട്ട് ഈ മിനന്റെ വിറ്റേന്ന് അറഫിക്ക് ഇങ്ങനെ ജിദ്ദേന്നൊക്കെ കൂട്ടത്തോടാണ് പോകല. ആ കാലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വലിയ സാമ്പത്തിക ബാധ്യത, അതിന്റെ ഭരണാധികാരികളുടെ അനുമതിയൊക്കെ പ്രയാസ. അതുകൊണ്ട് തന്നെ ഹജ്ജ് എന്നത് എല്ലാവർക്കും നിർവഹിക്കാൻ പറ്റൂല. പറ്റുന്നവരെ നിർവഹിക്കട്ടെ, ആ പ്രതിഫലം നേടട്ടെ. രണ്ടാമത്തേത് ദുൽഹജ്ജ് 9 നോമ്പാൻ, അറഫ ദിവസത്തിലെ നോമ്പ്. സിയാമു യൗമി അറഫ. ശ്രദ്ധിക്കണം കേട്ടോ. സിയാമു യൗമി അറഫ അഹ്സിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സനതല്ലതി ഖബ്ല വസ്സനതല്ലതി ബഅദ. ഈ ഒരു ദിവസത്തെ നോമ്പേ, അറഫ ദിവസത്തിലെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തിലെയും വരാനിരിക്കുന്ന ഒരു വർഷത്തിലെയും പാപങ്ങൾ പൊറുക്കുവാൻ കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് ഈ പാപങ്ങൾ അതിന്റെ വലിപ്പത്തിലങ്ങൾ നാളെ റബ്ബിന്റെ മുമ്പ് ചെല്ലുമ്പോ അള്ളാഹു നമ്മൾ ചെയ്ത തിന്മകളൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ട് അതിന് നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ അതിങ്ങനെ നേർക്കുനേരെ കാണുമ്പോ കണ്ണ് തള്ളി നിൽക്കുന്ന നമ്മള് മനുഷ്യൻ അള്ളാന്റെ മുമ്പിൽ ചെന്നിട്ടേ പറയുന്നൊരു വാക്കുണ്ട്, പടച്ചോനെ എന്റെ സ്വത്ത് മുഴുവനും ഞാൻ പ്രായച്ചിത്തമായി തരാം. അത് മാത്രല്ല, വേറെ ഒരു സ്ഥലത്ത് കാണാം, എന്റെ മക്കളെയും സഹോദരന്മാരെയും കുടുംബത്തെയും ഞാൻ പകരം തരാം. എന്നാലും ഒരു തെറ്റിൽ നിന്നെങ്കിലും അതിന്റെ ശിക്ഷയിൽ നിന്നെങ്കിലും റബ്ബേ എന്നെ നീ ഒഴിവാക്കി തരണേ എന്ന് മനുഷ്യന്മാർ കരഞ്ഞു പറയുന്ന ഒരു തെറ്റും ഒഴിവാക്കാൻ. പക്ഷേ അന്നത്തെ ദിവസം പണത്തിനോ ദീനാറിനോ ദിർഹമിനോ ഒന്നും ചെയ്യാനില്ലാത്ത ദിവസം. ആ തെറ്റുകളാണ് 2 കൊല്ലം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങൾ അള്ളാഹു പുറത്തു തരാൻ ഈ ഒരു ദിവസത്തെ നോമ്പിന് സാധിക്കുമെന്ന് ഹബീബായ റസൂൽ പഠിപ്പിക്കുക. ചെറുതാ കാര്യം. ദുൽഹജ്ജ് 9 അറഫ, യൗമു അറഫ. ആ ദിവസത്തിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പ് അത്രയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങള്, ഈ നരകം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ ചോദിച്ചാണ് വാങ്ങണം. കാരണം ആ നരകത്തിൽ പോകാതിരിക്കാൻ എത്രയെത്ര വഴികളാണ് കാരുണ്യവാനായ റബ്ബ് നമ്മുടെ മുമ്പിൽ അവൻ തന്നിരിക്കുന്നത്. അതൊക്കെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞ് ഞാൻ നന്നാവൂലമ്മാവാ എന്നെ തല്ലണ്ട എന്ന് പറഞ്ഞ പോലെ നമ്മളങ്ങനെ നടക്കുക. എന്നിട്ട് നമ്മൾ പടച്ചോനെ പൊറുക്കണേ പൊറുക്കണേ പൊറുക്കണേ. എന്ത് പൊറുക്കലാണ്? പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു തന്ന 100,000 വഴികൾ നമ്മൾ ഉപയോഗിക്കണ്ടേ? അപ്പൊ അറഫ ദിവസത്തെ നോമ്പ് നമ്മൾ മറക്കാതിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മറ്റൊന്ന്, ഈ ദിവസങ്ങളിലെ ശ്രേഷ്ഠമായ പെരുന്നാൾ ആഘോഷമാണ്. പെരുന്നാൾ ആഘോഷം ഒരു ഇബാദത്താണ്. പെരുന്നാൾ ആഘോഷം ഒരു ഇബാദത്താണ്. അതിൽ കുളിക്കുന്നത്, അതിൽ സുഗന്ധം ഉപയോഗിക്കുന്നത്, അതിൽ പുതുവസ്ത്രമണിയുന്നത്, അതിൽ പെരുന്നാളിന് പോകുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, കഴിപ്പിക്കുന്നത്, ചേർത്തു പിടിക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നത്, സ്നേഹിക്കുന്നത്, അതൊക്കെ ഇബാദത്താണ്. അതൊക്കെ ഇബാദത്താണ്. ആ പെരുന്നാളെന്ന മനോഹരമായ ആരാധനയെ നമ്മൾ ധന്യമാക്കുക. അതുപോലെ ബലിയറുക്കുക. ബലിയറുക്കുക
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനകളിൽ ഒന്ന് അള്ളാഹ് പറയുന്നുണ്ട്, നിങ്ങൾ ബലിയറുക്കുന്ന മൃഗത്തിന്റെ അതിന്റെ മാംസമോ അതിന്റെ രക്തമോ അള്ളാഹ്ക്ക് വേണ്ട. അതല്ലാക്ക് വേണ്ട. അള്ളാഹ്ക്ക് നമ്മൾ അറുക്കുന്ന മൃഗത്തിന്റെ ചോരയും തോലും അതിന്റെ എല്ലും തോലും ഒന്നും വേണ്ട. അള്ളാഹ്ക്ക് വേണ്ടതേ നിങ്ങളെ തെക്കുവയാണ്. അള്ളാഹ് ഒരു കാര്യം പറയുന്നു, ഏത് പ്രതിസന്ധികൾക്കിടയിലും റബ്ബിന്റെ കൽപ്പന ഞാൻ അനുസരിക്കുമെന്ന നിങ്ങളുടെ മനസ്സിന്റെ തെക്കുവയുണ്ടല്ലോ, ആ തെക്കുവയാ പടച്ചോന് വേണ്ടേ. ആ തെക്കുവ വേണ്ടേ. ആ തെക്കുവയാണ് ഒരു ബലികർമ്മത്തിലൂടെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തുന്നത്. അപ്പൊ സാധിക്കുന്നവരൊക്കെ ആ ബലികർമ്മങ്ങളിൽ പങ്കാളികളാവുക. അത് പൈസക്കാർക്ക് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ ജീവിതത്തിന് കഷ്ടപ്പെടുന്ന മനുഷ്യനായിരുന്നു. ആ റസൂൽ അറുത്തിട്ടുണ്ട്. അറുത്തു എന്ന് മാത്രമല്ല, ബലിയറുക്കാൻ ശേഷിയുണ്ടായിരിക്കെ ബലിയറുക്കാത്തവൻ പെരുന്നാൾ നിസ്കരിക്കാൻ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് അള്ളാന്റെ ഹബീബ് പ്രസ്താവിച്ചില്ലേ. ഒരാടിനെ അറുക്കണ്ടേ? എത്രയാ ഒരാടിനെ അറുക്കാൻ? ഒരാടിന് എത്ര വില? ഒരു ഒരു വയസ്സ് പ്രായമായ ഒരാടിനെ ഇപ്പൊ നമ്മള് നാട്ടിൽ അറുക്കണമെങ്കിൽ എത്ര വില? നിങ്ങള് ഒരു 10 റുപ്യന്റെ ആ റൗണ്ടിൽ ഇങ്ങനെ വരും. 10,000 റുപ്യ. ഇനിയല്ല, ആടല്ല മാടാണ്, പശുവോ കാളെ എരുമേ പോത്തോ ആണ് എങ്കിൽ അതിൽ ഇത്ര 7 ആളുകൾക്ക് വരെ പങ്കാളികളാവാം. ഒരു 50,000, 60,000, 70,000 അറുക്കാൻ പറ്റിയൊരു മൃഗത്തിനെ കിട്ടും. ആൾക്കാരുടെ അഹങ്കാരത്തിനല്ല, ഇന്റെ പോത്ത് ഭയങ്കര പോത്താട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ വലിയത് പറയാൻ വേണ്ടി ലക്ഷങ്ങൾക്ക് പോത്ത് വാങ്ങിയാൽ അറുക്കണോ പോത്താവുന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. ഓന്റെ തെക്കുവേണ് അള്ളാഹ്ക്ക് വേണ്ടി. അള്ളാന്റെ മുമ്പിൽ ഞാൻ വലിയോനാന്ന് കാണിക്കല്ല. അപ്പൊ നമുക്ക് സാമ്പത്തിക ശേഷി കുറവാ. എന്നാൽ 5-6 7 ആൾക്കാർ കൂടിങ്ങാണ്ട് നമുക്കൊരു മൃഗത്തിന് വാങ്ങി അറുത്തൂടെ? അറുക്കാലോ, ആവാം. ഉത്തരേന്ത്യയിലൊക്കെ KNMന്റെയൊക്കെ അപേക്ഷയുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇറച്ചി കൊണ്ടൊരു കളിയാണ്. എന്നാൽ ഒരു ബലിമൃഗത്തെ പോലും അറുക്കപ്പെടാത്ത മഹല്ലുകളുണ്ട് അത്തരം പ്രദേശങ്ങളിലെ. അവിടെ ഒരു ഓഹരിയായിട്ട് ഏകദേശത്തിന് 5,000 റുപ്യക്കാണ് ഒരു ഓഹരി. അവിടെ നമ്മുടെ ഇവിടുത്തെ അത്ര കന്നുകാലികൾക്ക് അത്ര വിലയില്ലാത്തത് കൊണ്ട് 5,000 റുപ്യ ഉണ്ടെങ്കിൽ ഒരു ഉളുഹിയത്ത് നമുക്ക് വേണ്ടി അവിടെ അറുക്കും അല്ലേ. അപ്പൊ അതിന് സാധിക്കുന്ന ഒരാള് അറുത്തിട്ടില്ലെങ്കിൽ അവന് അങ്ങോട്ട് വരണ്ട. അങ്ങോട്ട് സ്വന്തമായിട്ട് വസ്ത്രങ്ങളില്ലെങ്കിൽ കടം വാങ്ങിയിട്ടെങ്കിലും നിങ്ങൾ പെരുന്നാളിന് ഈദ്ഗാഹിൽ എത്തണമെന്ന് പഠിപ്പിച്ച റസൂല പറഞ്ഞേ, ഉളുഹിയത്ത് അറുക്കുവാൻ ശേഷിയുണ്ടായിട്ട് അത് ചെയ്യാത്തവൻ പെരുന്നാൾ നിസ്കരിക്കാൻ വരണ്ടാന്ന് ഓനെ അവകാശമില്ല എന്നർത്ഥം അല്ലേ. അതൊരു പുണ്യകർമ്മ ഈ ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്ന. അങ്ങനെ നാട്ടിലോ മറ്റേ ഒറ്റക്കോ അല്ലെങ്കിൽ കൂട്ടമായിട്ടോ ഉളുഹിയത്തിൽ ഒരാൾ പങ്കാളിയാവുകയാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് ദുൽഹജ്ജ് 1 മുതൽ അറുക്കുന്നത് വരെ ശരീരത്തിലെ രോമങ്ങളും മുടികൾ നീക്കം ചെയ്യുന്നത്, നഖം ഒക്കെ വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നേരത്തെ ചെയ്ത് റെഡിയാക്കി വെക്കുക. പിന്നെ 1 മുതൽ അറുക്കുന്നത് വരെ ആ നിബന്ധനകൾ പാലിക്കണം. പിന്നെ എന്തൊക്കെ സൽക്കർമ്മ ഈ മാസങ്ങളിൽ ചെയ്യാൻ പറ്റുക? പിന്നെ ഏത് സൽക്കർമ്മം ഇസ്ലാമിൽ അള്ളാഹു സൽക്കർമ്മമാണ് എന്ന് പഠിപ്പിച്ച ഏത് സൽക്കർമ്മം, നമസ്കാരങ്ങൾ ജമാഅത്തായി തന്നെ നിസ്കരിക്കുക, സമയത്ത് നിസ്കരിക്കുക, സുന്നത്ത് നമസ്കാരങ്ങൾ സാധിക്കുന്ന അത്ര നിസ്കരിക്കുക, നോമ്പ് ഈ ദിവസങ്ങളിൽ സാധിക്കുന്നത് പോലെ നോമ്പ് നോൽക്കുക, സാധുക്കളെ സഹായിക്കുക, സ്വതക്ക കൊടുക്കുക, ഖുർആൻ ഓതുക, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, സൗഹൃദങ്ങൾ നന്നാക്കുക, രോഗികളെ സന്ദർശിക്കുക, എന്തൊക്കെ സൽക്കർമ്മമായി ചെയ്യാൻ പറ്റോ അതൊക്കെ ചെയ്യാം. നടന്നു പോകുന്ന വഴിയിലൊരു കുപ്പിച്ചില്ല് കണ്ടാല് അത് എടുത്തുകാണ്ട് ആൾക്കാരെ കാലുമ തട്ടാതെ മതിൽമക്ക് വെച്ചാല് അതൊരു സൽക്കർമാണ്. നിങ്ങൾ പള്ളിയിലേക്ക് കയറുമ്പോ ഒരു ചെറിയ കടലാസിന്റെ കഷ്ണം ആ പള്ളിയിലുണ്ടെങ്കിൽ അത് എടുത്തുകാണ്ട് പുറത്തേക്കിട്ടാലേ അതൊരു സദക്കയാണ്. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണെന്ന് പഠിപ്പിച്ച മതം. അപ്പൊ ഉണ്ടല്ലോ, ഇനിയുള്ള 10 ദിവസം ഉണ്ടല്ലോ നമ്മുടെ ജീവിതം ഒരു വെറൈറ്റി ജീവിതമാവണം, ഒരു വ്യത്യസ്ത ജീവിതമാവണം. അപ്പൊ ആൾക്കാർ ചോദിച്ചു, എന്താ നന്ദപ്പം ഇങ്ങനെ ആയത്, ഇതുവരെ എങ്ങനെ അല്ലല്ലോ. ഈ ദിവസങ്ങളിൽ ഞാൻ അങ്ങനെയാണ്. ഈ ദിവസങ്ങൾ എനിക്ക് ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളെ നമ്മൾ മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്തുക. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഞാൻ അള്ളാഹു നമ്മളെ പഠിപ്പിച്ച, ഓർമ്മപ്പെടുത്തിയ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ഒരു ചെറിയ ആയത്തുണ്ടല്ലോ, സൂറത്ത് ആല് ഇമ്രാനിലാണ് കേട്ടോ ഈ ആയത്തുള്ളത്. ഈ ആയത്ത് 133-ാമത്തെ ആയത്തെ, ആല് ഇമ്രാനിലെ 133-ാമത്തെ ആയത്ത് ഇപ്രകാരമാണ്: വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. വസാരി എന്താ സാരി പറഞ്ഞാല്? സുറ കേൾക്കാത്ത ആളുകളെ കൊടുത്തിട്ടുണ്ടാവോ?
സാരിഉ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ നിർവഹിച്ചുകൊള്ളുക, വളരെ വേഗത്തിൽ നിർവഹിച്ചുകൊള്ളുക. സാരിഉ, നിങ്ങൾ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, റബ്ബിന്റെ പാപമോചനത്തിലേക്ക്, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക്. അതുവഴി നിങ്ങൾക്കറിയില്ലേ, ഞാനും നിങ്ങളൊക്കെ ജനിച്ചു വീണപ്പോഴേ സ്വർഗാവകാശിയായിട്ടാ ജനിച്ചു വീണ്. ആ ജനിച്ച് ഒരു വലിയ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് നമ്മളങ്ങോട്ട് മരിച്ചു പോയിരുന്നെങ്കിലേ നമ്മൾ സ്വർഗത്തിലാ അല്ലേ? സ്വർഗാവകാശിയായിട്ടാ ജനിച്ചു വീണേ. ആ സ്വർഗാവകാശിയായി ജനിച്ചു വീണ നമ്മള് ആ മാർഗത്തിൽ മരണം വരെ ജീവിക്കുക. അതിന് പറയുന്ന പേരാ ഹിദായത്ത്, സന്മാർഗം, നേർമാർഗം എന്നൊക്കെ പറയുന്ന ആ മാർഗത്തിനാ. ഏത് മാർഗത്തിന്? നമ്മൾ ജനിച്ച് സ്വർഗാവകാശിയായി ജനിച്ചു വീണ് ആ സ്വർഗാവകാശിയായി തന്നെ മരിക്കുക. ആ ഒരു ജീവിതത്തിനാണ് ഹിദായത്ത്, സന്മാർഗം, സിറാത്തുൽ മുസ്തഖീം എന്നൊക്കെ പറയണേ. പക്ഷേ ആ ജീവിതത്തിൽ നിന്ന് തിന്മയുടെ പല വഴിക്ക് നമ്മൾ ആകർഷിക്കപ്പെട്ടു പോയി. കള്ളുകുടിച്ചു, വ്യഭിചരിച്ചു, പലിശയുമായി ബന്ധപ്പെട്ടു, മാതാപിതാക്കളെ ചീത്ത പറഞ്ഞു, അന്യനെ ഉപദ്രവിച്ചു, അങ്ങനെ കാണാൻ പാടില്ലാത്തത് കണ്ടു, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടു. നമ്മുടെ കയ്യിൽ റബ്ബ് തന്ന സ്വർഗത്തിനെ ഈ ദുന്യാവിന്റെ വൃത്തികേടുകൾക്ക് വേണ്ടി നമ്മളങ്ങട്ട് കളഞ്ഞ് ഇനി തിരിച്ച് ആ വഴിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയങ്ങള്? ആ തെറ്റുകളൊക്കെ റബ്ബ് നമുക്ക് പുറത്തു തരണം. വേറെ ഒരു വഴിയില്ല. നാം ചെയ്ത തെറ്റുകൾ റബ്ബ് നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും ആ സ്വർഗത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു പ്രവേശിക്കാൻ നമുക്കാവുകയില്ല. അപ്പൊ ആ സ്വർഗത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ രണ്ട് കാര്യമുള്ളത്. ഒന്ന്, നമ്മുടെ തെറ്റ് റബ്ബ് പുറത്തു തരണം. രണ്ട്, തിരിച്ചു കയറാൻ നമ്മൾ റബ്ബിന് മുമ്പിൽ ജീവിതം സമർപ്പിക്കണം. അതാണ് സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. ഇതാഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിലെ സുവർണ ദിവസങ്ങൾ, സുവർണ മണിക്കൂറുകൾ, സുവർണ നിമിഷങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിന്റെ പിറവിയോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധാരാളം നിങ്ങളൊക്കെ പ്രവാസികളാണല്ലോ, വീടുകളിലേക്കൊക്കെ ഫോൺ ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഈ കാര്യമൊന്ന് ഉണർത്തുക. വീട്ടിൽ ഭാര്യയോട്, മാതാപിതാക്കളോട്, മക്കളോടൊക്കെ, മക്കളെ ഇനിയുള്ള ദിവസങ്ങളൊക്കെ നമ്മളൊക്കെ ഏറ്റവും വലിയ ഒരു ദുരന്തം എന്താ അറിയങ്ങള്, മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ച അംറും ബിൽ മഅറൂഫി വനഹിയുൻ അനിൽ മുൻകർ ഉണ്ടല്ലോ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ചീത്ത വിരോധിക്കാനുമുള്ള നമ്മുടെ ആ വ്യക്തിപരമായ ബാധ്യത അത് നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരോട് പോലും അത് ഏറ്റവും വലിയൊരു പരാജയം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നമ്മുടെ സ്വന്തം ജീവിതത്തിലുമൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജീവിതത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയ സമർപ്പണത്തിന്റെ മനോഹരമായ ചിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലും തെളിഞ്ഞു നിൽക്കണം. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഹാജറും ഒക്കെ നമ്മുടെ ചിന്തകൾക്ക് തീ കൊളുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിനെ അള്ളാഹുവിന് സമർപ്പിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം നേടുന്ന ഇബ്രാഹിമി മില്ലത്തിന്റെ അവകാശികളാവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ നിസ്സഹായതകളിൽ പടച്ച റബ്ബിന് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല മുസ്ലിങ്ങളാവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറി സൃഷ്ടാവിനെയും അവന്റെ കൽപ്പനകളെയും ധിക്കരിക്കുന്ന അത്രയും എന്താ പറയാ ബഹുദൈവ വിശ്വാസികളായി മാറുന്ന, സത്യനിഷേധികളായി മാറുന്ന കാഫിറുകളും മുശ്രിക്കുകളുമായി തീരുന്ന അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വലിയ വലിയ പ്രയാസകരമായ പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലിയ രോഗങ്ങൾ, കഠിനമായ വേദനകൾ, ആളുകൾക്ക് മുമ്പിൽ അഭിമാനം നഷ്ടപ്പെടുന്ന സാമ്പത്തിക
തകർച്ചകൾ, ഇതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. വലിയ രോഗത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന, പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ ശിഫ നൽകട്ടെ, സമാധാനം നൽകട്ടെ. അവരുടെ ചികിത്സകളും അനുബന്ധമായ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സങ്കടങ്ങൾ അനുഭവിക്കുന്ന, പ്രിയപ്പെട്ടവരുടെ രോഗങ്ങളിലും മരണങ്ങളിലുമൊക്കെ ഏറെ നൊമ്പരപ്പെടുന്നവർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ اغفر لنا ولوالدينا رب ارحمهما كما ربياني صغيرا. وصلى الله على محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم.